ദാ ഈ ഒരൊറ്റ അയല വെച്ചിട്ട് നമുക്ക് വീട്ടുകാർക്കും വിരുന്നുകാർക്കൊക്കെ സൽക്കരിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ അയല എടുക്കുക. അതിലോട്ട് ഉപ്പ്, മഞ്ഞൾ, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് മറ്റൊരു സൈഡും കൂടി മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് അയില മാത്രം എടുക്കുക. എന്നിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ചിക്കിയെടുക്കാം. ഇതിൻ്റെ മുള്ളും അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷം ഇതേപോലെ കിട്ടണം. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാകുമ്പോഴത്തേക്കും ഓയിൽ ഒഴിച്ചിട്ട് കടുക്, ഉലുവ പൊട്ടിച്ചെടുക്കുക. ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഒരു വറ്റൽ മുളകും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചക്കുത്ത് മായുമ്പോഴത്തേക്കും നമുക്ക് അരമുറി തേങ്ങ ചിരകിയതും, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, അര ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞളും, ഒരു സവാളയുടെ പകുതിയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചക്കുത്ത് പോകുന്നത് വരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ ചിക്കി എടുത്തിട്ടുള്ള മീൻ, ഉപ്പ്, ഒരൽപ്പം പുളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. തീർച്ചയായും ഷെയർ ചെയ്യാം.